ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ ആയിരുന്നു. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് റിട്ടയർമെൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ് 2018 ജൂണിൽ ഒരു ക്വസ്റ്റ്യനാണ്. എൻ ബി വർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. അതായത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ആസ് 31st March 2017 വേഴ്സസ് അണ്ടർ ബാലൻസ് ഷീറ്റും നമുക്ക് തന്നിട്ടുണ്ട്. Then they agreed to admit P&Q into a partnership on the following terms. So ഇതെന്താണ്, അഡ്മിഷനാണ്. രണ്ട് പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. The firm's goodwill is to be valued at 2 years of purchase of the weighted average of the profits of the last 3 years. The relevant figures are, നമുക്ക് 3 വർഷത്തെ എന്താണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സോ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്സ് അപ്പോൾ വെയിറ്റ് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗുഡ് വില്ലിൻ്റെ എമൗണ്ട്, ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കാം. The value of the stock and plant and machinery were to be reduced by 10%. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ റിവാലുവേഷൻ്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? സ്റ്റോക്കിൻ്റെ വാല്യൂ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്താണ്? 10% റിഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയും അതുപോലെ തന്നെ സ്റ്റോക്കും. ദെൻ ബിൽഡിംഗ് വാസ് ടു ബി വാല്യൂഡ് അറ്റ് 10,11,000. ബിൽഡിങ്ങിന് ശരിക്കുള്ള വാല്യൂ വന്നിരുന്നത് 9 lakh ആയിരുന്നു. അപ്പോൾ അതെന്താണ്, കൂടുക ചെയ്തത്. ഓക്കെ, ദർ വാസ് ആൻ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഓഫ് 10,000. അതായത് ഒരു 10,000 രൂപ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യണം, അതിൻ്റെതും കൂടെ പറഞ്ഞിട്ടുണ്ട് അവിടെ. എ ബി പി ആൻഡ് ക്യൂ എഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1:1. അതായത് ഈ തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തേ കണ്ടുപിടിക്കാനുള്ളൂ? സാധാരണ കേസിൽ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനായിരുന്നു തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ റിസർവ്, ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ആൻഡ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ക്യാഷ് വെർ നോട്ട് ടു ബി ഓൾട്ടേഡ്. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ തന്നിരുന്ന ക്വസ്റ്റ്യനിലും ഇതെന്താണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ, മറ്റേ കേസിൽ നമ്മളോട് ബാലൻസ് ഷീറ്റ് പുതിയത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താണ്, റിസർവോ ലയബിലിറ്റീസോ അസറ്റ്സോ ക്യാഷ് അല്ലാതെ വേറെ ഒന്നും ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അതൊന്നും തിരുത്താണ്ട് ചെയ്യേണ്ട ഒരു ഏതാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് പറയാം. നെക്സ്റ്റ് വൺ, P&Q were to bring capitals equal to their share of profits considering B's capital as base after all adjustments. പിന്നും ക്യൂവിനും എന്താണ്, ക്യാപിറ്റൽ കൊണ്ടുവരണം. പക്ഷേ അത് എന്തിൻ്റെ ബേസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബീൻ്റെ ക്യാപിറ്റലിൽ എത്രയാണോ ബേസ് അതിൻ്റെ രീതിയിൽ അതിന് ഈക്വലായിട്ടാണ് കൊണ്ടുവരുന്നത്. എന്ത്, പിയും ക്യൂവും. Then you are required to prepare memorandum revaluation account, partners capital account, the balance sheet of the newly constructed firm. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൽ മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോഴത്തേനും നമ്മൾ ഫസ്റ്റ് തന്നെ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്താണോ ചെയ്തിരുന്നത് ആ സെയിം തന്നെ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യാം. അസറ്റ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യും. കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരുന്ന വാല്യൂ ഓഫ് ദ സ്റ്റോക്കും പ്ലാന്റ് ആൻഡ് മെഷീനറി വർ ടു ബി റിഡ്യൂസ്ഡ് ബൈ 10%. അതായത് അസറ്റ് എന്ത് ചെയ്യണം, കുറയുക ചെയ്യുന്നത്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടു സ്റ്റോക്ക് എത്രയാണോ കൂടിയത് എത്രയാണോ കുറഞ്ഞത് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക എമൗണ്ടിൻ്റെ കുളത്തിൽ. അപ്പോൾ 10% കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും എത്രയാണ് വരുന്നത്? ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 9 lakh ആണ്. അതിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേനും ബിൽഡിംഗ് അല്ലല്ലോ, സോറി, സ്റ്റോക്കിൻ്റെ പ്ലാൻ ആൻഡ് മെഷീനറിയുടെ അല്ലേ. ഓക്കെ, 3 lakhന് 10%, അതായത് 30,000 റെഡ്യൂസ് ചെയ്തു. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 5 lakh, അതായത് 50,000. 3 lakhൻ്റെ 10%, പ്ലാന്റ് ആൻഡ് മെഷീനറി 5 lakhൻ്റെ 10%. ഓക്കെ, ഇനി അടുത്തത് ബിൽഡിംഗ് വാസ് ടു ബി വാല്യൂഡ് അറ്റ് 10,11,000. അപ്പോൾ അത് കൂടുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ബൈ ബിൽഡിങ് എത്രയാണ്, 1,11,000. ഇനി അടുത്തത്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ദർ വാസ് ആൻ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഓഫ് 10,000. അൺറെക്കോർഡഡ് ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി എന്തായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നാലും ലയബിലിറ്റി എന്ത് ചെയ്യാണ്, കൂടുക ചെയ്തത്. സോ നമ്മൾ ലയബിലിറ്റി കൂടുന്ന സമയത്ത് അതെന്താ ചെയ്യാം, ഡെബിറ്റ് ചെയ്യും ടു അൺറെക്കോർഡഡ് ലയബിലിറ്റി. കാരണം അത് അത്രയേ ഉള്ളൂ, നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല ഇവിടെ. ഹെഡ് 10,000. ഓക്കെ, വേറെ എന്തെങ്കിലും അസറ്റിനോ ലയബിലിറ്റീസിനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, ഇത്രയാണുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാം, എവിടെയാണോ കൂടുതൽ വന്നിരിക്കുന്നത്, നമ്മൾ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, നമ്മളത് എന്ത് ചെയ്യും, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ഇവിടെ 1,10,000. അപ്പോൾ കുറവ് വന്നിരിക്കുന്നത് എവിടെയാണ്, ഇവിടെ
11,000 ടു പ്രോഫിറ്റ് എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എത്രയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓൾഡ് പാർട്ട്നേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത്? എയും ബിയും അല്ലേ? എയും ബിയും എത്ര വെച്ചിട്ട് പോവും? അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 21,000. 21,000ൻ്റെ 2:1 എന്ന് പറയുമ്പോൾ 21,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 40,000. അതുപോലെ ഇവിടെ 21,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 7,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു വാല്യൂഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ഓൾട്ടർ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ അസറ്റ്സ് ലയബിലിറ്റീസും ക്യാഷ് ഇല്ലാതെ വേറെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ എമൗണ്ട് ആയിരിക്കും എവിടെ വരുന്നത്? ഈ എമൗണ്ട് കൂടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മളിവിടെ എഴുതുന്നത്, പുതിയൊരു ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് റിവേഴ്സ് ചെയ്യും. റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന എമൗണ്ട്, അതായത് ഇപ്പോൾ ഡെബിറ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രെഡിറ്റിൽ എഴുതും. ക്രെഡിറ്റിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പ്രോഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 4 പാർട്ട്നേഴ്സിനും എന്ത് ചെയ്യും? പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത്. അതാണ് മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെയിം നമ്മൾ ജസ്റ്റ് ഇവിടെ എടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. വേറെ പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, സ്റ്റോക്ക് 30,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 50,000, അൺറെക്കോർഡഡ് ലയബിലിറ്റി 10,000. ദെൻ ബിൽഡിങ് ടു ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായി? 0 ആയി. ഓക്കെ, ഇനി ഇത് പ്രോഫിറ്റ് അല്ല വരുന്നത്. അതായത് ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? ലോസ് ആയിരിക്കും അല്ലേ? ബൈ ലോസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ആർക്കൊക്കെ പോവും? എക്ക് പോവും, ബിക്ക്, പിക്ക്, ദെൻ ക്യൂന്. 21,000 എത്രയായിരിക്കും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1:1 ആണ്. അപ്പോൾ 21,000 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 7. എത്ര വെച്ചിട്ട്? 9,000, 6,000, 3,000, 3,000. ഓക്കെ, ഇത്രയാണ് മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഗുഡ് വില്ലിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അന്നെ ബാലൻസ് എഴുതുക. ബാലൻസ് എമൗണ്ട് എത്ര വരും? ബൈ ബാലൻസ് ബ്രോട്ട് 8 lakh എക്കും ബിക്ക് 4 lakh. ഇനി എന്തൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ മെമ്മറാണ്ടം റിവാലുവേഷൻ്റെ എങ്ങോട്ടേക്ക്? ഡെബിറ്റിലേക്ക്. അപ്പോൾ നമുക്ക് മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് എത്ര വരും? 40,000 7,000 for A and B. Then to memorandum revaluation account 9,000 6,000 3,000 3,000. ഓക്കെ, ഇനി അടുത്തത്, അതായത് നമ്മൾ സാധാരണ എന്താണ് അഡ്മിഷൻ വരുന്ന സമയത്ത് ഓൾറെഡി എന്തെങ്കിലും ബാലൻസ് ഷീറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റിസർവ് അക്കൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റിലെല്ലാം പഴയതുപോലെ തന്നെ വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ മെമ്മറാണ്ടം റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്ത പോലെ തന്നെ ഇതും എന്ത് ചെയ്യുക? ആദ്യം ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
റിവേഴ്സ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ന്യൂ പാർട്ട്നേഴ്സിനും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് എന്നിട്ട് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം. ഫസ്റ്റ് തന്നെ റിസർവ് അക്കൗണ്ട് എത്രയാണുള്ളത്, റിസർവ് അക്കൗണ്ടിൻ്റെ റിസർവ് അക്കൗണ്ട് 5,25,000 ആണ് റിസർവ് അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ്. സോ 2A-ക്കും 2B-ക്കും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ 5,25,000 ഇൻറ്റു 2/3. എത്ര വെച്ചിട്ട് 3,50,000-ഉം 1,75,000. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുമ്പോഴത്തേനും എങ്ങനെ വരും, റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, ABCD ടു റിസർവ് അക്കൗണ്ട് 5,25,000. ഇവിടെ എങ്ങനെ വരും, 5,25,000 ഇൻറ്റു 3/7. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്തായി, 0A. നമ്മളിവിടെ കാണിക്കിയത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ റിസർവ് അക്കൗണ്ട് 5,25,000 to A and B. എക്ക് 3,50,000-ഉം 1,75,000. ഇനി അടുത്തത് ടു റിസർവ് അക്കൗണ്ട് 2,25,000, 1,50,000, 1,75,000, 1,75,000. റിസർവും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഗുഡ്വില്ല് എത്ര കൊണ്ടുവരണം, ക്യാപിറ്റൽ എത്ര വേണം ഒക്കെ നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ആരൊക്കെ ഗെയിൻ ചെയ്യുന്നുണ്ട്, എത്ര ഗെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കണം. ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം. അപ്പോൾ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു, 2:1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടോട്ടൽ എത്രയാണ്, ABPQ 2/3 and then 1/3. New profit sharing ratio 3/7, 2/7, 1/7. ഇതിന് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഗെയിനിങ് ഓർ സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൈനസ് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇതിനാദ്യം തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് 7-ലും 3-ലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഒരു ഇത് ഏതാണ്, 21. 3-നെ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും, 7 കൊണ്ട്. 7 എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടും, 3 കൊണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി 9 - 14 അല്ലേ. അപ്പോൾ 5/21 ഇതെന്താണ്, ഗെയിൻ ചെയ്യുകയാണോ, സാക്രിഫൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അതായത് 14 ആയിരുന്നത് 9 ആയിട്ട് കുറയുക ചെയ്തത്. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്യുക ചെയ്യുന്നത്. 7 6 ആയിട്ട് ഇവർ രണ്ടുപേരും എന്താണ്, ഗെയിൻ ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഗുഡ്വിൽ എത്രയാണെന്നുള്ളത് കണ്ടിട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ പുതിയ ഗുഡ്വിൽ കൊണ്ടുവരുന്ന ആൾ എന്ത് ചെയ്യണം, രണ്ടുപേരും സാക്രിഫൈസ് ചെയ്ത് എത്രയാണോ അത് അവർക്ക് ഇതെന്താണ്, എത്രയാണോ സാക്രിഫൈസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് ക്യാപിറ്റലിൽ നമ്മളത് കാണിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് നമുക്ക് ആദ്യം തന്നെ എത്രയാണെന്നുള്ളത് നോക്കണം.
ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് കാണിച്ചിരുന്നത് 3 പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുകയാണ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. ഇയർ, പ്രോഫിറ്റ്, വെയ്റ്റ്, ദെൻ വെയ്റ്റഡ് പ്രോഫിറ്റ്. (2014, 15, 16) 3 വർഷത്തെ എമൗണ്ട് പ്രോഫിറ്റ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 37,000, 40,000, 45,000. വെയിറ്റ് നമ്മളെങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതായത് ഏറ്റവും അതായത് എന്താണ്, തൊട്ട് മുൻപത്തെ പ്രീവിയസ് ഇയറിലുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൊടുക്കേണ്ടത് ഇവിടെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുൻപ് വരുന്നതിൽ 1 കൊടുക്കണം. 1, 2, 3 ഒരു ഓർഡറിലേ കൊടുത്ത് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇത് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക. നമുക്ക് 37,000, 80,000, ദെൻ എത്രയാണ്, ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. 2,52,000. ഇതെന്താണ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റാണ് അല്ലേ? അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിന് നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതിൻ്റെ വെയ്റ്റും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എത്ര? ടോട്ടൽ വെയ്റ്റ് എത്രയാണ്? 6. ആവറേജ് പ്രോഫിറ്റ് കിട്ടും, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. ഇത് വെയ്റ്റഡ് പ്രോഫിറ്റ്, നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് ഇത് വെച്ചിട്ട് ഇതിൻ്റെ വെയ്റ്റിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 42,000 കിട്ടും. ഇനി 42,000 വാല്യൂ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കണം. വാല്യൂ ഓഫ് ഗുഡ് വില്ല് എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇൻറ്റു സൂപ്പർ പ്രോഫിറ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്, അത് നമ്മൾ ഇൻഡ്യൂ ചെയ്യുക. ഇവിടെ 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് is 84,000. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ്, ഓരോരുത്തർക്കും എത്ര ഗുഡ് വില്ല് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മളൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കിംഗ് നോട്ട് എടുക്കാം. വർക്കിംഗ് നോട്ട് അതിൽ എത്രയാണ്, 4 പാർട്ട്നേഴ്സ്, AB ആൻഡ് ദെൻ PQ. ഇവർക്ക് ഗുഡ് വില്ല് ആസ് പെർ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു അവർക്ക് കിട്ടേണ്ടിയിരുന്നത്? ഓൾഡ് പ്രോഫിറ്റ് റേഷ്യോ പ്രകാരം, അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം. ഇനി അത് തമ്മിലുള്ള എഫക്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കണ്ടുപിടിക്കുക? 84,000 ആണ് നമുക്ക് കിട്ടിയത്. ഗുഡ് വില്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 84,000 ആണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ. ഈ 84,000-ൽ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1. അപ്പോൾ 84,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 എത്ര വരും നോക്കാം. നമുക്ക് എത്ര വരും? 84,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 56,000. അതുപോലെ തന്നെ 84,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 28,000. ഓക്കെ, അതുപോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും കണ്ടുപിടിക്കുക. 36,000 വരും ഇവിടെ. ദെൻ 24,000, 12,000. ഓക്കെ, അതായത് 56,000 കിട്ടേണ്ടിടത്ത് ഇവർക്ക് എന്താണ്, കുറയുക ചെയ്തത്. അപ്പോൾ 20,000 രൂപ ആർക്ക് കിട്ടണം? കൊടുക്കണം. ആര് കൊടുക്കണം? ഈ പിയും ക്യൂവും കൊടുക്കണം. അപ്പോൾ ഇവിടെ 20,000 കൂടുതൽ കുറവ് വന്നു. അതുപോലെ ഇവിടെയോ 4,000. ഇവിടെ അവർ ഗെയിൻ ചെയ്യുകയോ ചെയ്തത് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ എങ്ങനെ കാണിക്കും എന്നുള്ളത്, അതായത് ബൈ പി ആൻഡ് ക്യൂ, അതായത് പി എന്നും ക്യൂ എന്നും 12,000 വെച്ചിട്ട്. പക്ഷേ ഈ 12,000 വെച്ചിട്ട് എത്രയാണ്? 24,000 ആണ് ഇത് ടോട്ടൽ വരുന്നത്. ടോട്ടൽ വരുന്നത് 24,000. പക്ഷേ ഈ 24,000-ൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത ആളാരാ? എത്ര സാക്രിഫൈസ് ചെയ്ത്? 20,000. അത് ആർക്ക് പോകും? എക്ക് പോകും. 4,000 ആർക്ക് പോകും? ബിക്ക് പോകും. ഓക്കെ, അങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ,
20,000 4,000. അതുപോലെ ഗെയിൻ ചെയ്തത്, അപ്പോൾ അത് 2A ആൻഡ് B 12,000 ഇത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ എടുക്കാം അല്ലേ. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് പിൻ്റെയും ക്യൂവിൻ്റെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ടോട്ടൽ 11,84,000 5,86,000. തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇട്ട് കൊടുത്ത ഡിഫറൻസ് 9,50,000 ആയിരിക്കും. എയുടെ ക്യാപിറ്റലിനും ക്യാപിറ്റലും അതുപോലെ തന്നെ എന്ത് ബിയുടെ എത്ര വരും 5,86,000 എന്ന് 21,000 മൈനസ് ചെയ്യാം 4,30,000. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കണ്ടുപിടിക്കണം. ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബിയുടെ ക്യാപിറ്റലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ബേസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബിയുടെ ന്യൂ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് 4,30,000. നമ്മളത് കണ്ടുപിടിച്ചു. അപ്പോൾ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് 4,30,000 ഇതാണ് ബേസ് ആയിട്ട് വെക്കേണ്ടത്. പിയുടെ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പിയുടെ ക്യാപിറ്റലും ക്യൂയുടെ ക്യാപിറ്റലും സെയിം ആയിരിക്കും. കാരണം എന്താ, അവർ രണ്ടുപേരും ഗെയിൻ ചെയ്തിരിക്കുന്നത് സെയിം എമൗണ്ട്, അവർ രണ്ടുപേരും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെയിം റേഷ്യോ അല്ല. അപ്പോൾ പിയുടെ ക്യാപിറ്റൽ മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ നമുക്ക്. പീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4,30,000 എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് 3:2:1:1. ഈ 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ 4,30,000 എന്ന് പറയുന്നത് അല്ലേ. ഈ 2നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് 4,30,000. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 2നെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ 1 എത്രയായിരിക്കും? അതായിരിക്കുമല്ലോ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇത് 2വിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 1 എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ ഇത് 2വിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 1നെ എത്രയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് 2വിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 1 എന്ന് പറയുന്ന റേഷ്യോനെ എത്ര റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും 2,50,000. ഇനി ഇൻ കേസ് ഇത് 1 അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ പിൻ്റെ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ക്യൂവിൻ്റെയും കണ്ടുപിടിക്കുക. 4,30,000 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 2വിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 3 ആണ് വന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ 3നെ എത്ര റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ല 3ന് എത്രയായിരിക്കും അതിൻ്റെ ഷെയർ എന്ന് കണ്ടുപിടിക്കാൻ × 3 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 2,50,000 കിട്ടി. ഇത് തന്നെയായിരിക്കും എന്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യൂവിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,15,000. ഓക്കെ, അപ്പോൾ ഇതെവിടെ നമ്മൾ എഴുതും, ഇവിടെ എഴുതും 2,15,000 2,50,000. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ 3,05,000 3,05,000. ഇനി ഇവിടെ ബാലൻസ് ആണ്. ഇവിടെ 3,05,000 നമുക്ക് വരണമല്ലോ. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കണം, ബൈ ക്യാഷ്. അതായത് ഇവർ എത്ര ക്യാഷായിട്ട് കൊണ്ടുവരണം, 3,05,000 ക്യാഷായിട്ട് കൊണ്ടുവരണം. ഓക്കെ, അതിപ്പോൾ ക്യാഷിൽ പോകും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് മെമ്മറാണ്ട് റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് സെയിം തന്നെ വരും. എന്തിനു മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മാറും, അതുപോലെ ക്യാഷിൻ്റെ എമൗണ്ട് മാറും. ഓക്കെ, ബാക്കി എല്ലാം അതുപോലെ തന്നെ എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ചേഞ്ച് വരുന്നത്, A, P, then B and then Q. ഓക്കെ, റിസർവ്സ് എത്ര വരും 9,50,000. ലാസ്റ്റ് ടോട്ടൽ മാച്ച്, അതായത് ടാലി ആവുമെന്ന് നോക്കണം അല്ലേ. 4,30,000 then 2,15,000 2,15,000. റിസർവ്സിൻ്റെ എമൗണ്ട് അത് അങ്ങനെ തന്നെ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 2,75,000. ബിൽസ് പേയബിൾ 1,00,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 5,00,000. ദെൻ ബിൽഡിങ് 9,00,000. സൺഡ്രി ഡെപ്റ്റർ 2,50,000.
സ്റ്റോക്ക് 3 lakh, ക്യാഷ് എത്ര വരും? ക്യാഷ് ചേഞ്ച് ചെയ്തു. ക്യാഷ് ഓൾറെഡി ബാലൻസ് ഉണ്ടായിരുന്ന എത്രയായിരുന്നു? നമുക്ക് വേണമെങ്കിൽ എന്തായാലും അടിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യം അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. 1,50,000 ആയിരുന്നു ക്യാഷ് വന്നത്. ഈ 1,50,000 വേറെ എത്രയായിട്ട് ക്യാഷ് ആയിട്ട് ഇവർ എത്ര കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 3,05,000, 3,05,000. നമ്മളിവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതിയപ്പോൾ ഇവിടെ കൊടുത്തായിരുന്നു ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും എന്താണ്, ക്യാഷ് കൂടുകയാണല്ലോ അപ്പോൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ആ 3,05,000 ഇവിടെ വരും, പ്ലസ് 3,05,000 വരും. ഇനി വേറെ ഏതെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ എത്ര കിട്ടുക ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്കും? 27,10,000 കിട്ടും. ഇവിടെ എത്ര കിട്ടുന്നത്? 5 lakh പ്ലസ് 9 lakh പ്ലസ് 2,50,000 പ്ലസ് 3 lakh പ്ലസ് 1,50,000 പ്ലസ് 3,05,000 പ്ലസ് 3,05,000, 27,10,000. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് എന്ത് എമൗണ്ട് വരുന്നത്. വേറെ എക്സ്ട്രാ ക്യാഷ് ഒന്നും അവിടെ വന്നിട്ടില്ല. നമുക്കത് ബാലൻസ് ആയിട്ട് കിട്ടി. ഓക്കെ, മാച്ച്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഇത്രയാണോ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് റിട്ടയർമെൻറ്റ്. അതും ഇതുപോലെ തന്നെ സിമ്പിളാണ്. സെയിം മെത്തേഡ് തന്നെയാണ്. റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. റിട്ടയർമെൻറ്റിൽ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ റിട്ടയർ ചെയ്തിപ്പോൾ എയോ ബിയോ സിയോ ആരെങ്കിലും ഒരാൾ റിട്ടയർ ചെയ്ത് പോവുകയാണ്. റിട്ടയർ ചെയ്ത് പോകുന്ന സമയം അയാൾക്ക് എത്ര കൊടുക്കാനുണ്ട്, അതൊരു ലയബിലിറ്റി ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും നോക്കാം. ഓക്കെ.